ലോക്കലായിട്ടുള്ള, അതായത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, കശ്മീരിൽ ലോക്കലായിട്ടുള്ള സപ്പോർട്ട് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്, ഭീകരർക്ക് ഉള്ള സപ്പോർട്ട് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ ഒരു നയം വേണ്ടത്. കാര്യം ഈ പക്ഷെ അത് ഈ വിനോദസഞ്ചാരമൊക്കെ കൂടിയപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട്, അതായത് പൂർണ്ണമായിട്ടുമല്ല, ഈ വിനോദസഞ്ചാരം ഉള്ളത് കൊണ്ടും പൈസ വരുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ സമാധാനം ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ചരിത്രത്തിൽ ആദ്യമായി പഹൽഗാം ആക്രമണത്തിനെതിരെ കശ്മീർ ജനത നല്ലൊരു ശതമാനം ഇറങ്ങി പ്രതികരിച്ചു. പൂർണ്ണമായും ഇന്ത്യയുടെ സൈഡാണെന്നല്ല അത് പറയുന്നത്, പക്ഷേ ഒരു പ്രതികരണം അവിടെ ഉണ്ടായി. ഈ വികസനം ഉയർന്ന് വന്നാൽ, വികസനത്തിൽ നല്ല വികസനം വന്നാൽ പൂർണ്ണമായിട്ടും ആ ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇതിന് കാശ്മീർ വാലിയിൽ അവർക്ക് ഒന്നാമത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ലായിരുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് പണിയില്ലായിരുന്നു. ആ കാലത്താണ് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും വേണ്ടി കല്ലെറിയാനായിട്ട് പോയത്. അതിന് കണ്ട മറുമരുന്ന് ഇവർക്ക് സ്വന്തമായിട്ട് ഭാരത സർക്കാർ കണ്ട മറുമരുന്നായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുക, അവർക്ക് കല്ലെറിയാനായിട്ട് പോകണ്ട, അല്ലാതെ തന്നെ പൈസ ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ എന്തിന് ഭാരതത്തിനെതിരെ പ്രതികരിക്കണം, എന്തിന് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇത് വളരെ വിഷമിച്ചാണ് നമ്മൾ കാശ്മീരിൽ സമാധാനം എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് സർക്കാരും ആർമിയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ടൈനി ഡില്ലൻ കാശ്മീർ ഏരിയയിലെ കോർ കമാൻഡറായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്. എനിക്ക് പറയാനുള്ളത് കാശ്മീരിലെ അമ്മമാരോടാണ്, മക്കളെ തോക്കെടുക്കാനായിട്ട് സമ്മതിക്കരുത്, എടുത്താൽ പിന്നെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയെന്ന് വരില്ല. വളരെ വളരെ ഹ്യൂമാനിറ്റേറിയനായിട്ട് മനുഷ്യത്വത്തോട് കൂടിയിട്ട് പറഞ്ഞ വാക്കുകളാണവ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കുടുംബത്തിലും കയറി ചെന്ന് അവരോട് ഏറ്റവും കരുണയോടും ഏറ്റവും ക്ഷമയോടും കൂടി പെരുമാറി ഒക്കെയാണ് ആർമി ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്. അവിടെ നിന്നാണ് ഈ തിരിച്ചുപോക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒരൊറ്റ സംഭവത്തിൻ്റെ പേരിൽ. അത് ഏറ്റവും നിർഭാഗ്യകരം തന്നെയാണ്. ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അതിനുശേഷം ഇതിലും നന്നായിട്ട് കാശ്മീരിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരും, കാശ്മീരിൽ ബിസിനസ്സുകൾ വളരും. തീർച്ചയായിട്ടും കാശ്മീർ ഭാരതത്തിൻ്റെ അഖണ്ഡമായ ഒരു ഭാഗം മാത്രമായി മാറും.